ഷിരൂരിലെ തിരച്ചിലിൽ നിന്നും അർജുന്റെ ട്രക്ക് കണ്ടെത്താനായില്ല. മറ്റൊരു വാഹനത്തിന്റെ ക്യാബിനും 2 ടയറുകളും കണ്ടെടുത്തു. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഈശ്വർ മാൽപേയായിരുന്നു തിരച്ചിൽ നടത്തിയത്. തിരച്ചിൽ നാളെയും തുടരും. AK അഭിലാഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഇന്ന് നടത്തിയ തിരച്ചിലും അർജുന്റെ വാഹനത്തിന്റേതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈശ്വർ മാൽപേക്കും സംഘത്തിനും. ഇനി നാളെ എപ്പോഴാകും തിരച്ചിൽ ഉണ്ടാവുക? മറ്റു വിവരങ്ങൾ? ആര്യ, തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് കഴിഞ്ഞു പോകുന്നതെന്ന് വേണം പറയാൻ. കാരണം വലിയ പ്രതീക്ഷകൾ നൽകിയതിന് ശേഷമാണ് ഒരു ഫലം ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ മുതൽ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യമായ തെരച്ചിൽ നടന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈശ്വർ മാൽപ ആദ്യഘട്ടത്തിൽ തന്നെ എത്തി ഇവിടെ തെരച്ചിൽ നടത്തുകയും അതായത് നാവികസേന കണ്ടെത്തിയ ആ സ്ഥലത്ത്, അതായത് സ്പോട്ട് 1, 2 എന്നീ മേഖലകളിലൊക്കെ തെരച്ചിൽ നടത്തി. അതിനുശേഷം ഇതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഈ ലക്ഷ്മണന്റെ കടയുടെ പിൻഭാഗത്ത് ഈ പുഴയുടെ ഏതാണ്ട് ഒരു 20-25 മീറ്റർ നടത്തിയ തെരച്ചിലാണ് 2 ലോഹഭാഗങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. അത് ഒന്നിൽ ട്രക്കാണ്, അത് കവിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് ട്രക്ക് ഉള്ളത് എന്നുള്ള കാര്യമായിരുന്നു. തലകീഴായി നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ഒന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് താഴോട്ട് നടത്തിയ തെരച്ചിലിൽ വീണ്ടും ഒരു ട്രക്കിൻ്റെ മറ്റു ഭാഗങ്ങൾ, അതായത് ചെറിയൊരു വാഹനത്തിൻ്റെ ഭാഗങ്ങൾ, സ്റ്റിയറിംഗ് അടക്കമുള്ള വാഹനങ്ങൾ കണ്ടെത്തി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ MLA അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും ഇത് ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ആ ട്രക്കിൻ്റെ ഭാഗങ്ങൾ ഉയർത്തിയത്. 2 ടയറുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ ആക്സിൽ അടക്കമുള്ള ഭാഗങ്ങളാണ് ഉയർത്തിയത്. ഇതോടുകൂടി ഇത് ട്രക്കിൻ്റേതല്ല, നേരത്തെ ഇവിടെ മറിഞ്ഞ ടാങ്കറിൻ്റെ ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാകുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ താഴെ നടത്തിയ തെരച്ചിലും ഇതുപോലെ തന്നെ ടാങ്കറിൻ്റെ തന്നെ ടാറ്റ കമ്പനിയുടെ ഒരു വാഹനത്തിൻ്റെ പാർട്സാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും അതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഡ്രഡ്ജർ എത്തി പരിശോധന നടത്തി എന്നതിനപ്പുറത്തേക്ക് ഡ്രഡ്ജർ ഏതെങ്കിലും തരത്തിൽ ഒരു കണ്ടെത്തലുകളോ അല്ലെങ്കിൽ പ്രതീക്ഷ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. ആദ്യഘട്ടത്തിൽ രാവിലെ പുഴയിൽ വലിയ തരത്തിൽ ഉയരത്തിൽ വെള്ളമുണ്ടായി, ജലവിധാനം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ യന്ത്രക്കൈകൾ ഉപയോഗിച്ച് താഴ്ഭാഗത്തൊന്നും തെരച്ചിൽ നടത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അത്രയേറെ താഴ്ചയിലേക്ക് പരിശോധന നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ തന്നെ അവർ നദിയുടെ തീരത്തേക്ക് ചേർന്നുകൊണ്ട് കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റി എന്നതിനപ്പുറത്തേക്ക് കാര്യമായ തെരച്ചിലൊന്നും അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോൾ വൈകുന്നേരം 3 മണിയോടുക്ക് ശേഷമാണ് ഇപ്പോൾ പുഴയിലെ ജലനിരപ്പ് വേലിയിറക്കത്തെ തുടർന്ന് കുറയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുഴയുടെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ചില തെരച്ചിലുകൾ അവർ നടത്തുന്നതെന്ന് വേണം പറയാൻ. ഏതായാലും രാവിലെ 8 മണി മുതൽ 6 മണി വരെ തെരച്ചിൽ നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇന്ന് 9 മണിക്ക് ശേഷമാണ് തെരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞത്. അതും ഈ രീതിയിൽ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപയോട് ഇന്ന് രാവിലെ 6 മണിക്ക് ഈ ദൗത്യസംഘത്തിൻ്റെ ഭാഗമാവാൻ എത്തണമെന്നുള്ള നിർദ്ദേശം ജില്ലാ MLA അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ MLA ഈശ്വർ മാൽപ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പോലീസ് ഇടപെട്ട് അദ്ദേഹത്തെ തടയുന്ന ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ജില്ലാ കളക്ടറെയും അതോടൊപ്പം തന്നെ SP ഒക്കെ വിളിച്ച് വാക്കാലുള്ള ഒരു അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഈശ്വർ മാൽപയ്ക്ക് അടക്കം ഈ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ കഴിഞ്ഞത്. ഈശ്വർ മാൽപ നടത്തിയ പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നുമില്ലാത്തൊരു ദിവസം എന്ന് വേണം പറയാൻ. കാരണം ഇത്രയും ലക്ഷങ്ങൾ ചെലവഴിച്ച് ഏതാണ്ട് 90 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കൊണ്ടുവന്ന ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ കണ്ടെത്തിയ ഭാഗങ്ങൾ ഉയർത്തി എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തെരച്ചിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നു. ഏതായാലും അടുത്ത ദിവസങ്ങളിലും തെരച്ചിൽ തുടരും എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും പുഴയിലെ ജലനിരപ്പ് ഇത്തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഈ യന്ത്രക്കൈ ഉപയോഗിച്ച് അവിടെ ഒരു പരിശോധന നടത്താൻ എത്രത്തോളം സാധ്യമാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ നാവികസേന കണ്ടെത്തിയ ആ സ്പോട്ട് 1, 2 എന്നീ 2 മേഖലകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തണമെങ്കിൽ ഇനിയും വളരെയേറെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അവിടെ കൂടുതൽ ആഴമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ആ ഭാഗത്ത് തെരച്ചിൽ നടത്തുക എന്നതിനപ്പുറത്തേക്ക് രാവിലെ മുതൽ ആ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ കഴിയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ 20 മീറ്റർ വരെ താഴ്ചയിലേക്ക് ഈ മണ്ണുമാന്താനുള്ള ശ്രമമൊക്കെ നടത്താൻ കഴിയുന്ന ഉപകരണമാണ് ഇത് എത്തിച്ചതെന്നൊക്കെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ശ്രമങ്ങളും ഇതിൻ്റെ ഡ്രഡ്ജിങ് കമ്പനിയുടെ ഭാഗത്തുണ്ടായില്ല. ഏതായാലും ആദ്യത്തെ ദിവസം, ഇന്നലത്തെ ഒഴിവാക്കിയാൽ ആദ്യ ദിവസത്തെ തിരച്ചിലാണ് ഇന്ന് നടന്നത്. അതൊരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന രീതിയിലേക്ക് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ തെരച്ചിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പെട്ട ചില നീക്കങ്ങൾ നടന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ആര്യ, അഭിലാഷ്, ഈ ഡ്രഡ്ജിംഗ് സംവിധാനങ്ങൾ അത് പൂർണ്ണമായും വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും ഈ ദിവസങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ച ഈ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ, അതിൽ വാഹനത്തിന്റെ 2 ഭാഗങ്ങളെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞു. ഒരുപക്ഷെ പുഴയുടെ അടിത്തട്ടിലെ നീരൊഴുക്കുൾപ്പെടെ കുറഞ്ഞൊരു സാഹചര്യമല്ലേ? അപ്പോൾ നാളെ ഈ പോയിന്റ് 2 കേന്ദ്രീകരിച്ച്, സ്പോട്ട് 2 കേന്ദ്രീകരിച്ച്, അതായത് ഈ വാഹനത്തിന്റെ മറ്റൊരു ഭാഗം കണ്ടെത്തി എന്ന് പറയുന്ന, സ്റ്റിയറിംഗിന്റെ ഭാഗം കണ്ടെത്തി എന്ന് പറയുന്ന ആ 2ാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകുമോ നാളെ നടക്കുക ഈ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ?
ഇതിൽ പ്രധാനമായും ഇന്നിപ്പോൾ ഈശ്വർ നേരത്തെ കണ്ടെത്തിയിരിക്കുന്ന പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലായിരുന്നില്ല രണ്ടാം ഘട്ടം മുതൽ, അതായത് 11 മണിക്ക് ശേഷം നടന്നത്. അതായത് ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് പിന്നാലെയുള്ള ഭാഗം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലായിരുന്നു നടന്നത്. ആ തെരച്ചിലാണ് 2 സ്ഥലങ്ങളിലായി ഈ വാഹന ഭാഗങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം MLAയും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ആ ഭാഗത്ത് തെരച്ചിൽ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്നെത്തിയ ചില ആളുകൾ, അതായത് രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ള ആളുകൾ ഈ തെരച്ചിലിനെ വഴിതെറ്റിച്ചു വിട്ടു എന്നുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അതിന് പിന്നാലെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു നിയന്ത്രണത്തിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഈ തെരച്ചിൽ നടത്തുന്നത്. അത് ശരിയായ ദിശയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ ശരിയാണ്. കാരണം ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിനെ പറ്റി നമുക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. കാരണം അതിനൊരു ഫലമുണ്ടായിരിക്കുന്നു. 2 ലോഹഭാഗങ്ങൾ, വാഹനത്തിൻ്റെ ലോഹഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലേറെ ഞാൻ പറയുന്നത്, ഈ ഡ്രഡ്ജർ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ്. അതേസമയത്ത് പോയിന്റ് 1, പോയിന്റ് 2 അത് നാവികസേന കണ്ടെത്തിയ സ്ഥലമാണ്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്കാണ് പോകേണ്ടത്. കാരണം അവിടെ ശക്തമായ സിഗ്നൽ കിട്ടിയെന്ന് സോണാർ പരിശോധനയിൽ നാവികസേന വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് പോകേണ്ടതുണ്ട്. രാവിലെ വന്നപ്പോൾ ഈശ്വർ മൽപ്പെ ആ മേഖലയിലൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും അവിടേക്ക് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ നടത്തിയിട്ടില്ല. ഏതാണ്ട് 20 മീറ്റർ മാത്രം മാറി ഒരു മണ്ണുമാന്തലൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നത്. ഒരു പക്ഷേ നദിയിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അവിടെ എത്താത്തത് കൊണ്ടായിരിക്കും, അതായത് ഇന്ന് യന്ത്രക്കൈകൾക്ക് താഴോട്ട് പരിശോധന നടത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അവിടെ ഒരു തെരച്ചിൽ നടത്താൻ കഴിയാതെ പോയത് എന്നാണ്. ഉച്ചയ്ക്ക് ശേഷം വെള്ളം കുറയുന്ന ഒരു സമയത്ത് അവിടെ തെരച്ചിൽ നടത്താനായിരിക്കാം ഉദ്ദേശിച്ച്. അതിനിടയിലാണ് താഴ്ഭാഗത്ത് ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തുകയും ഈ ഡ്രഡ്ജറിൻ്റെ ഉപയോഗം അങ്ങോട്ട് മാറ്റേണ്ടി വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്ത്, അതായത് കാര്യമായി ഈ സിഗ്നൽ കിട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് തെരച്ചിൽ നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ താഴ്ഭാഗത്ത് ഇന്ന് കണ്ടെത്തിയ യന്ത്രഭാഗങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഈ ഡ്രഡ്ജർ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നു എന്നാണ്. ഷിരൂരിലെ തിരച്ചിൽ ഇന്നും അർജുന്റെ ട്രക്ക് കണ്ടെത്താനായിട്ടില്ല.